നമസ്കാരം. ഇന്ന് നമ്മളൊരു അസാധാരണമായ ജീവിതകഥയുടെ ഉള്ളറകളിലേക്ക് കടക്കുകയാണ്. അതെ. വയസ്സായി ജനിച്ച് കാലം മുന്നോട്ടു പോകുന്തോറും പിന്നോട്ട് പ്രായം കുറയുന്ന ഒരാൾ, ബെഞ്ചമിൻ ബട്ടന്റെ കഥയാണിത്. ആ എന്താണ് ഇതിനെ ഇത്ര പിടിച്ചിരുത്തുന്നത്? തീർച്ചയായും. ഈ കഥ തുടങ്ങുന്നത് തന്നെ ഒരു മരണാസന്നയായി കിടക്കുന്ന സ്ത്രീയുടെ ഓർമ്മകളിൽ നിന്നാണ്, അല്ലേ? അതെ. അവരുടെ മകൾ കാരോലിൻ ഒരു ഡയറി വായിക്കുന്നു. അത് ബെഞ്ചമിൻ ബട്ടന്റേതാണ്. ഒന്നാം ലോക മഹായുദ്ധം തീർന്ന ആ രാത്രിയിലാണ് ബെഞ്ചമിൻ ജനിക്കുന്നത്. ആ ജനനം അതൊരു സാധാരണ സംഭവമല്ലായിരുന്നു. ശരിയാണ്. അതോടൊപ്പം പിന്നോട്ടോടുന്ന ഒരു ക്ലോക്കിന്റെ കാര്യം കൂടി ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലേ? സമാന്തരമായി ഒരു സിംബൽ പോലെ. ആ, ശരിയാണ്. 80കാരന്റെ ചുക്കുചുളിഞ്ഞ ശരീരത്തോടെയാണ് അവൻ ജനിക്കുന്നത്. സ്വന്തം അച്ഛൻ പോലും അവനെ കണ്ട് പേടിച്ച് ഒരു നഴ്സിംഗ് ഹോമിന്റെ പടിയിൽ ഉപേക്ഷിക്കുന്നു. അതൊരു സാധാരണ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന പോലെയല്ലല്ലോ. ഈ പ്രായമായ രൂപമുള്ള കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതിലെ ആ ഒരു വൈകാരിക ഭാരം, അതെങ്ങനെയാണ് ആ വീഡിയോയിൽ കാണിച്ചത്? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവനെ കണ്ടെത്തുന്ന ക്വീനി എന്ന സ്ത്രീയുടെ ആ ഒരു കരുണയിലാണ്. ഓ, സ്വന്തമായി കുട്ടികളില്ലാത്ത അവന്റെ ആ വിചിത്രമായ രൂപം കണ്ടിട്ടും അവനെ സ്വന്തം മകനായിട്ടങ്ങ് സ്വീകരിക്കുകയാണ്. ഡോക്ടർമാർ ഇവൻ അധികകാലം ജീവിക്കില്ലെന്ന് പറഞ്ഞിടത്ത് നിന്നാണ് ശരിക്കും അവന്റെ അത്ഭുതകരമായ ജീവിതം തുടങ്ങുന്നത്. കാരണം അവൻ മരിക്കുന്നില്ല, പകരം ചെറുപ്പമായി വരികയാണ്. അതായത് പ്രായം പുറകോട്ടാണ് പോകുന്നത്. ശാരീരികമായി ചെറുപ്പമാകുമ്പോൾ മാനസികമായി അവൻ വളരുകയാണോ? ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് അവന്റെ ജീവിതത്തെ ബാധിച്ചത്, പ്രത്യേകിച്ച് ഡെയ്സി എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുമ്പോൾ? അതൊരു ശരിക്കും ഒരു കോംപ്ലക്സ് അവസ്ഥയാണ്. അവർ കണ്ടുമുട്ടുമ്പോൾ അവൻ കാഴ്ചയിലൊരു വയസ്സനും അവൾ ഒരു ചെറിയ കുട്ടിയുമാണ്. അതെ. പക്ഷെ പ്രായം നേരെ വിപരീത ദിശയിൽ പോകുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു മധ്യത്തിൽ അവരേകദേശം സമപ്രായക്കാരാകുന്നുണ്ട്. അതിനു മുൻപ് ബെഞ്ചമിൻ ലോകം കാണാനിറങ്ങുന്നുണ്ട്. കപ്പലിൽ ക്യാപ്റ്റൻ മൈക്കിന്റെ കൂടെ യാത്രകൾ, റഷ്യയിൽ വെച്ച് എലിസബത്ത് എന്നൊരു വിവാഹിതയുമായുള്ള പ്രണയം, യുദ്ധത്തിലെ അനുഭവങ്ങൾ, ഇവയെല്ലാം ഒരു വയസ്സന്റെ ശരീരത്തിലിരുന്ന് ഒരു ചെറുപ്പക്കാരൻ അനുഭവിക്കുന്നത് പോലെയാണ് ആ വീഡിയോ കാണിക്കുന്നത്. ഈ അനുഭവങ്ങളൊക്കെ അവനെ പാകപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ശരീരം ചെറുപ്പമായി വരുന്നത് ഒരു വലിയ വെല്ലുവിളിയായിട്ട് അവിടെ തന്നെ ഉണ്ട്. എലിസബത്തുമായുള്ള ബന്ധം അത് യുദ്ധം കാരണം തീരുന്നു, അല്ലേ? പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തുമ്പോ അച്ഛൻ അവനെ തിരിച്ചറിയുന്നു, സ്വത്തുക്കൾ നൽകുന്നു. താമസിയാതെ അച്ഛൻ മരിക്കുന്നു. അതെ. അതിനുശേഷമാണല്ലോ ഡെയ്സിയുമായുള്ള ബന്ധം വീണ്ടും ഒരു അടുപ്പത്തിലാവുന്നത്. അതെ. അപ്പോഴേക്കും ഡെയ്സി ഒരു അറിയപ്പെടുന്ന നർത്തകിയായി മാറിയിരുന്നു. പക്ഷേ ഒരു അപകടത്തിൽ അവരുടെ ആ നൃത്തജീവിതം അത് അവസാനിക്കുന്നു. ഓ. അപ്പോൾ ബെഞ്ചമിൻ ശാരീരികമായി ചെറുപ്പമായി വരുമ്പോൾ ഡെയ്സി പ്രായമായി വരുന്നു. അവരുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ ഫിസിക്കലിയും മെന്റലിയും ഏകദേശം ഒരേ പ്രായത്തിലെത്തുന്നു. ആ ഒരു കാലഘട്ടം ഒരു സുവർണകാലം പോലെയാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അവർ പ്രണയിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, മകൾ കാരോളിൻ ജനിക്കുന്നു. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിൽക്കുന്നില്ല. കാരണം ബെഞ്ചമിൻ ഇനിയും ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ. മകൾക്കൊരച്ഛനാകാൻ തനിക്ക് കഴിയില്ലെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? തീർച്ചയായും. താനൊരു കുട്ടിയായി മാറുമ്പോൾ ഈ മകളെ ആര് നോക്കും എന്നുള്ള യാഥാർത്ഥ്യം അവനെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ വീണ്ടും യാത്രയാകുന്നത്. തന്റെ സ്വത്തുക്കളെല്ലാം ഡെയ്സിക്കും മകൾക്കും കൊടുത്തിട്ട് അവൻ പോകുന്നു. പിന്നെയും ലോകം ചുറ്റുന്നു. മകളുടെ ഓരോ പിറന്നാളിനും പോസ്റ്റ് കാർഡുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഓർമ്മ നിലനിർത്താനുള്ളൊരു ശ്രമം പോലെ. കാലം പിന്നെയും പോകുന്നു. ബെഞ്ചമിൻ ഒരു കൗമാരക്കാരനാവുന്നു, പിന്നെ കുട്ടിയാവുന്നു. അവസാനം ഓർമ്മകളൊക്കെ നശിച്ചു തുടങ്ങുന്ന ഒരവസ്ഥയിലേക്കെത്തുന്നു. ആ അവസാന കാലഘട്ടത്തെക്കുറിച്ച് ആ വീഡിയോ റീക്യാപ്പ് എന്താണ് പറയുന്നത്? അവസാനം ഓർമ്മകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ട ബെഞ്ചമിനെ ഡെയ്സി ഏറ്റെടുത്ത് ആ പഴയ നഴ്സിംഗ് ഹോമിൽ തന്നെ കൊണ്ടുവരുന്നു. അവിടെ ഒരു ശിശുവായി ചുരുങ്ങി അവൻ ഡെയ്സിയുടെ കൈകളിൽ കിടന്നാണ് മരിക്കുന്നത്. മരിക്കുന്നതിനു തൊട്ടുമുൻപ് അവന്റെ കണ്ണുകളിൽ ഒരു തിരിച്ചറിവ് പോലെ ഒരു തിലക്കം ഡെയ്സി കാണുന്നുണ്ട്. ഒരു പക്ഷേ ജീവിതം മുഴുവൻ ഒരു മിന്നായം പോലെ കണ്ടിട്ടാവാം. തുടക്കത്തിൽ പറഞ്ഞ ആ പിന്നോട്ടോടുന്ന ക്ലോക്ക് പോലെ അവന്റെ ജീവിതവും അവിടെ പൂർത്തിയാകുന്നു. ബെഞ്ചമിന്റെ ഈ ജീവിതം
അത് സമയത്തെക്കുറിച്ചും പ്രായത്തെക്കുറിച്ചുമുള്ള നമ്മുടെയൊക്കെ ധാരണകളെ ശരിക്കും ചോദ്യം ചെയ്യുന്നുണ്ട്, അല്ലേ? ജനനം, പ്രണയം, കുടുംബം, വാർദ്ധക്യം, മരണം, ഈ ഘട്ടങ്ങളെല്ലാം അവൻ അനുഭവിച്ചു. പക്ഷെ ക്രമം തെറ്റിയെന്ന് മാത്രം. അതെ. ഡെയ്സിയുമായുള്ള അവന്റെ ബന്ധം അതൊരു വലിയ ഉദാഹരണമാണ്. കാലത്തിന്റെ ഈ വിചിത്രമായ ഒഴുക്കിനെയും ശാരീരിക മാറ്റങ്ങളെയും അത് അതിജീവിച്ചോ? എന്താണ് തോന്നുന്നത്? അതൊരു വലിയ ചോദ്യമാണ് കഥ ബാക്കി വെക്കുന്നത്. ഡെയ്സി അവനെ പല പ്രായങ്ങളിൽ സ്നേഹിച്ചു. കുട്ടിയായിരുന്നപ്പോൾ കണ്ട വയസ്സിനെ, പിന്നീട് സമപ്രായക്കാരനായ കാമുകനെ, ഒടുവിൽ ഓർമ്മ നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ വരെ. ശരിയാണ്. അപ്പോ ശാരീരിക രൂപങ്ങൾക്കും ഓർമ്മകൾക്കും അപ്പുറം ഒരു ബന്ധത്തിന്റെ ഒരാത്മാവ് നിലനിൽക്കുമോ എന്നതാണ് ബെഞ്ചമിന്റെ കഥ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ ഈ കഥ കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: മനുഷ്യബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഓർമ്മകളും നമ്മൾ പങ്കുവെച്ച അനുഭവങ്ങളുമാണോ, അതോ അതിനെയെല്ലാം മറികടക്കുന്ന, ചിലപ്പോൾ വാക്കുകൾക്ക് അതീതമായ മറ്റെന്തെങ്കിലും ഒരു തലം അതിനുണ്ടോ? ബെഞ്ചമിന്റെ ആ അവസാന നോട്ടം ഡെയ്സി തിരിച്ചറിഞ്ഞെങ്കിൽ ആ നിമിഷത്തിൽ കാലവും ഓർമ്മയുമെല്ലാം അപ്രസക്തമായെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? എന്തായാലും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ കഥ തരുന്നുണ്ട്.